വാട്സപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഫാൽക്കൺ വ്ളോഗ്സ് ആൻഡ് ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രോൺ യൂസേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെലിക്യാം അല്ലെങ്കിൽ മൾട്ടി റോട്ടർ കോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമുക്ക് 4 പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാൻ, 5 പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എങ്ങനെ ഡ്രോൺ വർക്ക് ചെയ്യുന്നു, പിന്നെ എങ്ങനെ നമുക്ക് ഡ്രോണിൻ്റെ ക്രാഷ് അല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ കംപ്ലയിൻറ്റ്സ് വരാതെ നോക്കാം, അങ്ങനെ കുറച്ച് സേഫ്റ്റി ടിപ്സ് ആൻഡ് ട്രിക്സ്. പിന്നെ നമുക്ക് ഡ്രോൺ മേജറായിട്ട് കംപ്ലയിൻറ്റ്സ് വന്നാൽ എന്ത് ചെയ്യാനുള്ള കുറച്ച് റിക്കവറി പ്രോപ്പർട്ടീസ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ പാലിക്കാം, എങ്ങനെയുള്ള 4-5 പോയിൻറ്റ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡ്രോൺ എങ്ങനെ വർക്ക് ചെയ്യും ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രോൺ ആക്ച്വലി നമുക്ക് 4 മോട്ടറുണ്ട്, പിന്നെ എൻ്റെ കൂടെ ഒരു കൺട്രോളർ വരുന്നുണ്ട്. അതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് അതിൻ്റെ CPU, മദർ ബോർഡ്, പിന്നെ അതിൻ്റെ ഒരു ലൊക്കേഷൻ GPS ആൻറ്റിന വരുന്നുണ്ട്. നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന സിഗ്നൽ അതിൻ്റെ CPU അല്ലെങ്കിൽ അതിൻ്റെ മദർ ബോർഡ് പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സിഗ്നൽസ് അതിൻ്റെ മോട്ടറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ റോട്ടറിലേക്ക് കൊടുക്കുന്ന വഴിയാണ് നമ്മുടെ ഡ്രോൺ മൂവ് ചെയ്യുന്നത്. അത് ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയും, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡ്രോൺ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട്, അന്തരീക്ഷം നിൽക്കാനായിട്ട് വേണ്ട അതിൻ്റെ 4 മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതിലൂടെയാണ് ഡ്രോൺ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്കൊരു ലെവലിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ഡ്രോണിൽ യൂസ് ചെയ്യുന്ന BLDC മോട്ടോർസാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പവർ എഫിഷ്യൻസിയാണ്. നമ്മുടെ 3 ഫേസ് AC എങ്ങനെ സപ്ലൈ ചെയ്യുന്നു അതുപോലെയാണ് അതിൻ്റെ മദർ ബോർഡ് അതിന് പവർ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ എങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ബാക്കിലെ റോട്ടേഴ്സിൻ്റെ പവർ കുറച്ച് കൂട്ടിയിട്ട്, അതായത് ബാക്കിലെ മോട്ടോഴ്സിൻ്റെ പവർ കുറച്ച് അതിങ്ങനെ ലിഫ്റ്റ് ആകും മുകളിലോട്ട്. അപ്പോഴത്തേക്ക് അത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും മുമ്പോട്ട്. എന്നിട്ട് ആ ഒരു ലെവൽ, അതായത് ആ സ്ലൈഡ് ചെരിവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മുമ്പോട്ട് പോകും. സെയിം അതുപോലെ തന്നെ ബാക്ക് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അതെല്ലാം ഏതാണോ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള റോട്ടറിൻ്റെ പവർ ഇൻക്രീസ് ചെയ്തിട്ട് ആ വലത്തെ സൈഡിലോട്ട് ചരിക്കും. എന്നിട്ട് മുൻപോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. അതായത് നമുക്ക് എങ്ങനെ ഡ്രോൺ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോപ്റ്റർ ക്രാഷ് അവോയ്ഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പറത്തുമ്പോൾ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ്, അതായത് നമുക്കിപ്പം ഡ്രോണിനുള്ളിൽ തന്നെ സെൻസേഴ്സ് ഉണ്ട്. ഒബ്സ്റ്റക്കിൾസ് അവോയ്ഡ് ചെയ്തിട്ട് സെൻസ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ അതൊരു പോസിബിലിറ്റി, അതായത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെ നമ്മൾ പറത്തുകയാണെങ്കിൽ നമുക്കത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ, അതിന് നമുക്ക് കേസ് വരുന്നുണ്ട്. ക്രാഷ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രോൺസിന് ഒരു കേസ് അല്ലെങ്കിൽ ഗാർഡ് വരുന്നുണ്ട്. ഗാർഡ്സ് യൂസ് ചെയ്ത് അതിൻ്റെ വിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രം ഫ്ലൈ ചെയ്യുക. പക്ഷേ ഈ ഗാർഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നോയ്സ് അല്ലെങ്കിൽ നമുക്ക് സർവൈലൻസിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഗാർഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡോറിൽ ഫ്ലൈയിങ് ഒഴിവാക്കുക. അതായത് നമ്മൾ ഇൻഡോറിൽ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിന അല്ലെങ്കിൽ GPSൻ്റെ സിഗ്നൽ കിട്ടാതെ സിഗ്നൽ ലോസായി അതിൻ്റെ കോപ്റ്റേഴ്സ് നേരെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ മദർ ബോർഡിന് അല്ലെങ്കിൽ അതിൻ്റെ CPUവിന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടൊന്നും സാധിക്കാതെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻസൈഡിലുള്ള നമ്മുടെ ഫ്ലൈയിങ് കുറയ്ക്കുക. അല്ലെങ്കിൽ അത്രയും നല്ല എഫിഷ്യൻസി ആൻഡ് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളങ്ങനെ ഫ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് മറ്റൊരു ചെയ്യാൻ പറ്റുന്ന ലൈൻ ഓഫ് സൈറ്റിൽ മാത്രം ഫ്ലൈ ചെയ്യുക. നമ്മുടെ ഡ്രോൺ എപ്പോഴും നമ്മുടെ കൺമട്ടത്ത് തന്നെ ഉണ്ടാകുന്ന രീതിയിൽ മാത്രം ഫ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് മാക്സിമം ട്രീസിൻ്റെയൊക്കെ മുകളിൽ കൂടെ പറത്തുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെലിഫോൺ ടവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഹൈ ടെൻഷൻ പവർ ലൈൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ വളരെ സേഫായിട്ട് നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റും. അടുത്ത 3ാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലയിൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഡ്രോണിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ സർവീസ് സെൻ്റർ കൊടുക്കുമ്പോൾ അവർ പറയും മദർ ബോർഡ് ഫുള്ളായിട്ട് മാറണം, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഫുള്ളായിട്ട് മാറണം, അങ്ങനെ പറയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് എന്താണോ കംപ്ലയിൻറ്റ് അത് മാത്രം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു വളരെ എഫിഷ്യൻ്റുള്ള സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്തു തരും. അതായത് മദർ ബോർഡിന് ചെറിയൊരു കമ്പോണൻറ്റ് മാത്രം മാറിയാൽ മതിയെങ്കിൽ പുള്ളിക്കാരൻ അത് മാത്രം മാറിത്തരും. അപ്പോൾ നിങ്ങൾ അതിൽ ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. നമ്മളൊക്കെ സർവീസ് സെൻറ്ററിൽ നമ്മുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മിക്കവാറും ബോർഡ് പോയി കഴിഞ്ഞാൽ ബോർഡ് ഫുള്ളായിട്ട് മാറേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് മാത്രം അവർ മാറി, അതാണ് അവർക്കും എളുപ്പം. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമ്മുടെ ഇപ്പം ബോർഡൊക്കെ തന്നെ മാറണമെങ്കിൽ BLDC യൂണിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ മദർ ബോർഡോ CPU ഒക്കെ മാറുന്ന GPS യൂണിറ്റൊക്കെ മൊത്തത്തിൽ മാറുന്നതിന് 6000-7000 രൂപയാകും ഒരു സെറ്റിൽ നിന്ന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഏതോ ചെറിയ കമ്പോണൻ്റാണ് പോയത് അത് മാത്രമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രം സർവീസിന് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം സേഫായിട്ട് ഈ ലൈൻ ഓഫ് സൈറ്റിലും പിന്നെ ഗാർഡ് യൂസ് ചെയ്ത് ഫ്ലൈ ചെയ്യണം. നമുക്ക് ഇങ്ങനത്തെ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ മദർ ബോർഡിനകത്തുള്ള സർക്യൂട്ട് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞേ പറ്റും.
അതുപോലെ അടുത്ത പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാമത്തെ പോയിൻ്റാണ്. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് നോക്കാം. അതായത് ആദ്യം തന്നെ DGC, അതായത് നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അതായത് DGCA പറയുന്നതനുസരിച്ച് തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഡ്രോൺ 250 ഗ്രാംസ്, അതായത് 250 ഗ്രാമിന് മുകളിലുള്ള ഡ്രോൺസ് എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ സൈഡിൽ. അതിനുള്ള സൈഡിൽ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ 2019 ജനുവരി 1 ശേഷം വന്ന നിയമമാണിത്. ഇപ്പോൾ അത് ഏകദേശം കമ്പൽസറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈലറ്റ് രജിസ്ട്രേഷൻ വേണം. അതായത് നമ്മുടെ 2 കിലോഗ്രാമിന് മുകളിലുള്ള കോപ്റ്റേഴ്സ് പറത്താനായിട്ട് പൈലറ്റിന് രജിസ്ട്രേഷൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ കോപ്റ്റർ എപ്പോഴും ലൈൻ ഓഫ് സൈറ്റിൽ പറത്തുക, അതുപോലെ ഗാർഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ പ്രൈവസിയെ നോക്കുക, അതുപോലെ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസ്, അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ട് നോക്കാം. അതുകൊണ്ട് ഇതൊക്കെ വളരെ നല്ലപോലെ മനസ്സിലാക്കി സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഡ്രോണായിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള DGCയുടെ റൂൾ അല്ലെങ്കിൽ ആ സൈറ്റ് അനുസരിച്ച് നമുക്കൊരു കോപ്റ്റർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഏകദേശം 1000 രൂപീസ്, 1000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് എടുക്കാനായിട്ട് 25,000 രൂപീസാണ് വരുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നോക്കാനുള്ളവർ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. അത് വെച്ച് നോക്കുക. ആ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം കോപ്റ്റർ പറത്തുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ലെങ്കിൽ വെറുതെ പണി വരുന്ന വഴി പറയാൻ പറ്റില്ല. പോലീസ് ഡ്രോൺ പൊക്കിക്കൊണ്ട് പോകുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഡ്രോൺ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം കോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെലികാംസ് പറത്താൻ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ വെഡ്ഡിങ് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാരൊക്കെ നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ആ ഒരു ഫുട്ടേജ് എടുക്കാനായിട്ട് അവർക്കൊക്കെ പ്രത്യേകം ലൈസൻസ് അവരെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കോപ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും അവർ പറത്തുന്നത്. അങ്ങനെ സേഫായിട്ട് ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പർപ്പസ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ അത് നമ്മൾ ഓവറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള പ്രൈവസി മാനിക്കാതെ നമ്മൾ ഒരുപാട് ഉയരത്തിലോ അല്ലെങ്കിൽ ഒരുപാട് ഏരിയ കവർ ചെയ്തൊക്കെ പറത്തി കഴിഞ്ഞാൽ അത് ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെ വേറെ കേസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും വളരെ സേഫായിട്ട് ഡ്രോൺ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ്, ഈ 4 പോയിൻ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിനെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. അതുപോലെ തന്നെ പ്ലീസ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Stay tuned for next videos. Thanks for watching. Thank you.